ബോളിവുഡിൽ തന്നെ നെപ്പോ കിഡ്സ് ഇങ്ങനെ മാറി മാറി ഫ്ലോപ്പ് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാറുഖ് ഖാന്റെ മകനായ ആര്യൻ ഖാൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് നടത്തിയത്. സോ ആ സീരീസിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഹൈപ്പായിരുന്നു. കാരണം ബോളിവുഡിലെ ഹാഫ് സ്റ്റാർസും അതിനകത്തുണ്ട്. ഈ ഹൈപ്പ് എല്ലാം വെച്ചുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഓക്കെ ഓവർ ഹൈപ്പ് ചെയ്ത് ചുമ്മാ ഈ കുറെ ക്യാമിയോസും കൊണ്ടിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും. പക്ഷെ ശരിക്കും ഞെട്ടിച്ചളഞ്ഞു ഉച്ചക്കൻ. ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഒരു 4th എപ്പിസോഡ് വരെ ഇവർ ബോളിവുഡിനെ മാറി മറഞ്ഞു എല്ലാം ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തുള്ള ക്യാമിയോസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓർത്തിരിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ്. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 2-3 ക്യാമിയോസ് ഉണ്ട്. രൺവീർ സിംഗിന്റെ ക്യാമിയോ അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഇമ്രാൻ ഹാഷ്മിയുടെ ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ആ ക്യാമിയോ ആണ്. ഇമ്രാൻ ഹാഷ്മിക്ക് ഒരു നല്ല ട്രിബ്യൂട്ട് തന്നെ കൊടുത്തെന്ന് പറയാൻ പറ്റും. മൊത്തത്തിലൊരു ഫൺ വാച്ച് ആയിരുന്നു. ഞാൻ ചുമ്മാ കണ്ടു തുടങ്ങിയതാ, പക്ഷെ ഒറ്റ ഇരിപ്പിന് തന്നെ ഒരു 4 എപ്പിസോഡ് 5 എപ്പിസോഡ് വരെ ഞാൻ കണ്ടു. എപ്പിസോഡ് 5 and 6 വരുമ്പോൾ ഇവർ കൂടുതലും ഈ മെയിൻ ഹീറോയിന്റെ ഒരു ലവ് ട്രാക്കിലോട്ടാണ് പോകുന്നത്. അപ്പം അത് കുറച്ചൊന്ന് സ്ലോ ആക്കുന്നുണ്ട്. കാരണം നേരത്തെ ഇത്രയും നേരം കൊണ്ടുവന്ന് ബിൽഡപ്പിൽ നിന്ന് മാറി ഒരു റൊമാൻസ് ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു മാരക ട്വിസ്റ്റ് അവന്മാർ കൊണ്ടിട്ടിട്ടുണ്ട്. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും കൊണ്ടുവന്ന് അവര് അതിന്റെ സീസൺ 2 വേണ്ടിയിട്ടുള്ള ബാക്കി ലൂപ്പ് ഇങ്ങനെ ഇട്ടിട്ടുമുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഒരു ഫൺ സംഭവമാണ്. പക്ഷെ ആ ട്വിസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആവാൻ ചാൻസ് ഉണ്ടാകുന്ന സാധനമാണ്. പക്ഷെ അതെങ്ങനെ കയറിപ്പോയെന്ന് എനിക്ക് അറിഞ്ഞെടുക്കാം. മേ ബി ഇതിന് മുന്നേ ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് അത് ഭയങ്കര കോൺട്രവേഴ്സിയായി. ആ സിനിമ ഫ്ലോപ്പ് വരെ ആവാൻ ചാൻസ് ആയ ട്വിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ കാസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ 2 പേരുടെ പേര് എടുത്ത് പറഞ്ഞേ പറ്റൂ. മെയിനായിട്ട് ലക്ഷ്യയും രാഘവും. ഇവരുടെ കോമ്പിനേഷൻ, അതായത് കിൽ സിനിമയിലുള്ള ഹീറോ ആണ് ലക്ഷ്യയും അതിലെ മെയിൻ വില്ലനാണ് രാഘവും. രാഘവിനെ ഇതിന് മുന്നേ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ഇപ്പം സിനിമ ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഇതൊരു നോ ബ്രെയിനർ, ഒരു ഫൺ മൂഡിൽ ഈ സിനിമ മൊത്തം കാണുക. നമ്മൾ കൂടുതൽ ചിന്തിച്ച് ഇതിനെ പറ്റി ഡീകോഡ് ചെയ്യാനോ അതൊന്നും ചെയ്യാതെ ഒരു സ്പൂഫ് മൂവി അല്ലെങ്കിൽ സ്പൂഫ് സീരീസ് എന്നുള്ള രീതിയിൽ നമ്മളിത് മൊത്തം കണ്ടു കഴിഞ്ഞാൽ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മസ്റ്റ് വാച്ച് ആയിട്ടുമാണ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പ്ലീസ് ഡു ഗിവ് ഇറ്റ് എ ട്രൈ.